അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പുതിയ അതിഥി എത്തി. ഇതിന്റെ റേറ്റ് എത്ര വരും? ഞാൻ ഇലക്ട്രോണിക്സ് ഐറ്റം തുറന്നു കഴിഞ്ഞാൽ ശരിയാവൂല. അത് കുഴപ്പമൊന്നുമില്ല, ദൈവത്തിന്റെ അനുഗ്രഹമല്ല. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഇന്ന് മേടിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? അപ്പൊ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ആപ്പിളിന്റെ പുതിയ അതിഥി എത്തി. ആപ്പിൾ ഇവിടെ ഉണ്ടല്ലോ. ഫോൺ എന്താ ഇത്? അടുത്ത അതിഥിയാണ് നമ്മുടെ വീട്ടിലെത്തി. നമ്മുടെ വീട്ടിലുള്ള ആപ്പിളിന്റെ ഫോണിന്റെ പേര് ആപ്പിൾ പ്രോ മാക്സ് 14 പ്രോ മാക്സ്. അപ്പൊ ഇത് പുതിയ അതിഥിയാണ്. നമ്മുടെ പേരെന്ന് പറഞ്ഞാല് ആപ്പിൾ മാക്ബുക്ക് പ്രോ M2. ലേറ്റസ്റ്റ് വെർഷൻ ആണ്. ആപ്പിളിന്റെ ഏറ്റവും പ്രീമിയം മോഡലാണ്. 512 GB ആണുള്ളത്. അമ്മയ്ക്ക് ഇനി മുതൽ ആപ്പിൾ അത്ര നിസ്സാരമല്ല. ഇതിന്റെ റേറ്റ് എത്ര വരും? ഇതിന് 1.50. 1.5 ലക്ഷം രൂപ. ഓഫർ കിട്ടിട്ടോ, കുറച്ച് ഓഫർ കിട്ടിയായിരുന്നു. അപ്പൊ ഇനി നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് കാണാം. എവിടെന്നാണ് എടുത്തത്? ഓക്സിജൻ, എടപ്പള്ളി ഓക്സിജനിൽ നിന്നാണ് നമ്മൾ എടുത്തത്. ഫോണും അവിടെ തന്നെ എടുത്തത്. ഫോൺ എവിടെ നിന്നാണ് എടുത്തത് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഇതും എടുത്തിരിക്കുന്നത്. ഫോണില് ഒരുപിടി താന്ന റേറ്റ്. അതെ, ഫോൺ 175. ഫോണാണ് വളരെ എക്സ്പെൻസീവ്. 175. ഇത് 150. അതെ. ഓഫർ കിട്ടിട്ടോ, കുറച്ച് എമൗണ്ട് റിഡക്ഷൻ കിട്ടി. എങ്കിലും MRP 150 ആണ്. അപ്പൊ ഇനി ഒന്ന് അൺബോക്സ് ചെയ്ത് കണ്ടാലോ? ഞങ്ങളിത് കണ്ടില്ലല്ലോ. അൺബോക്സ് ചെയ്ത് നോക്ക്. ഞാൻ ഇലക്ട്രോണിക്സ് ഐറ്റം തുറന്നു കഴിഞ്ഞാൽ ശരിയാവൂല. അത് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ട്. ഇലക്ട്രോണിക്സ് ഐറ്റം ആയിട്ട് കൂടുതൽ ഫെമിലിയർ ഉള്ളവരെ അത് ചെയ്യാവൂ. അപ്പൊ അപ്പയ്ക്ക് അതിന് ഭയങ്കര ഫെമിലിയർ ആണെന്നാണ് അമ്മ പറയുന്നത്. അതിന്റെ മാക്ബുക്ക് പ്രോ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. അത് ഞാൻ വാങ്ങിയിരുന്ന ടൈമിൽ M2 ആയിരുന്നു ലേറ്റസ്റ്റ് മോഡലായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം എനിക്ക് തോന്നുന്നു M3 ഇറങ്ങി തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നാൾ മുമ്പ് എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ്. അതാണോ സംഭവം? അതെ, 1 സംതിങ് ഉണ്ട് വെയിറ്റ്. അതെങ്ങനെയാ ഇത് വെച്ചിരിക്കുന്നത് പൊക്കിയെടുക്കാനാണ്. നിർമ്മാണത്തിന്റെ മികവ്. പേപ്പറാണ്. They won't use plastic. അതെ. ഇത് സ്പേസ് ഗ്രേ. അങ്ങനെയാണോ? സ്പേസ് ഗ്രേ. അതിന്റെ സൈൻ ഫോണിലും അങ്ങനെ തന്നെയല്ലേ? ഓപ്പണിങ് നല്ല രസമാണ്. നല്ല ഫിനിഷിംഗ് ആണ്. അതിന്റെ ഭംഗിയും അത് തന്നെയാണ്, ഫിനിഷിംഗ് ആണ്. പക്ഷെ റേറ്റും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ അനുഗ്രഹമല്ല. അതെ, തീർച്ചയായിട്ടും. ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലാതെ നമുക്ക് ഒന്നും നടക്കില്ലല്ലോ. നടക്കില്ല. തുറന്നോ. ചെലപ്പോ അപ്പുറത്തായിരിക്കും. അപ്പുറത്താന്ന് തോന്നുന്നു. അപ്പുറത്താ. കാരണം അങ്ങനെ തുറക്കുമ്പോഴല്ലേ സിമ്പിൾ ഇങ്ങനെ വരുള്ളൂ. അല്ല, മറ്റുള്ളവരെ ഫേസ് ചെയ്യുന്ന രീതിയിലാ. എന്തോ ഒരു സൗണ്ട് വരും. ഞാൻ മനസ്സിലാക്കി സൗണ്ട് വരും. ഓണായി, ഓട്ടോമാറ്റിക് ഓണാവും. അതങ്ങനെയാണ് സിസ്റ്റം. ഞാനൊരു വീഡിയോയിൽ ഇത് കണ്ടായിരുന്നു. അത് അവിടെ വെച്ച് നമ്മൾ സൈൻ ഇൻ ചെയ്തതാ. എന്റെ പേര് കണ്ടോ അതിനകത്ത്? ഉണ്ടോ? അമ്മ കണ്ടോ? തുറക്കുമ്പോ തന്നെ അവിടെ പേരാണ്. നല്ല മനോഹരമായിട്ടിരിക്കുന്നു. നിനക്ക് ആദ്യമായിട്ട് കുഞ്ഞളിന്നൊരു
കമ്പ്യൂട്ടർ നിനക്ക് പഠിക്കാനും നിനക്ക് ഉപയോഗിക്കാനുമായിട്ട് തന്നു. ആ അത് നീ ഡിഗ്രി വരെ നിലവാരം വരെ ഏതാണ്ട് അത് ഉപയോഗിച്ചു. നീ MBAക്ക് ചേർന്നപ്പോ ഡെല്ലിന്റെ ഒരു ലാപ്ടോപ്പ് നിനക്ക് അപ്പ വാങ്ങിച്ചു തന്നെ പഠിക്കാനായിട്ട്. അതിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടി കഴിഞ്ഞപ്പോ അപ്പ പറഞ്ഞു ഇനി ജോലിയൊക്കെ ആയി ആ ലാപ്ടോപ്പിന്റെ ഉപയോഗം ഏതാണ്ടൊക്കെ ഉപയോഗിച്ച് ഫോട്ടോഗ്രാഫി എടുക്കുന്നതുകൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതും കംപ്ലൈൻ്റ് ആയി പോയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പഠിപ്പിച്ച ജോലി കയറിയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവള് സ്വന്തമായിട്ട് വാങ്ങിച്ച ലാപ്പാണിത്. മേടിച്ചപ്പോ ഏറ്റവും ടോപ്പ് ക്ലാസ് ലാപ്പാണ് വാങ്ങിച്ചത്. ഞാൻ പഴയ കാര്യങ്ങളൊന്നും മെമ്മറിയിലായി ഇറക്കിയതാ. പിന്നെയും പറയട്ടെ, ഇത് നൊയമ്പ് സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ അല്ല, അതിനൊക്കെ മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ആ ഒരു ടൈമിൽ ചില കാരണങ്ങളാൽ നമുക്കത് ഇടാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ അത് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ സ്റ്റിൽ നൊയമ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. നൊയമ്പുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ക്ഷമിക്കണം കേട്ടോ. നമ്മൾ ഇന്ന് മേടിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ജെഫ് ബിരിയാണി. 3 പാക്കറ്റ് ചിക്കൻ ജെഫ്. ഇതൊന്ന് അപ്പയൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ. അത് പുറത്തേക്ക് എടുത്തോ മൊത്തം. ചിക്കനാ. മട്ടൺ അവർക്ക് ഇല്ലാന്ന് തോന്നുന്നല്ലേ? മട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല, ചോദിച്ചപ്പോ ഇല്ലാന്നാ പറഞ്ഞ. പിന്നെ വേറൊരു രസം ഉണ്ടായി. ജഫാണോ ഈ പടം? അതെ ജഫ. ഞങ്ങള് നിന്നെ വിളിക്കാനായിട്ട് വന്നില്ലേ, എറണാകുളം വന്നു കഴിഞ്ഞപ്പോ ഒരു സബ്സ്ക്രൈബറെ കണ്ട് മഴയത്ത് അവർ ഓടി വന്നു. ആ ലേഡിയുടെ പേര് അഡ്വക്കേറ്റ് ആണ്. അവര് അഡ്വക്കേറ്റ് ലക്ഷ്മി ഷേണായി. അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. വീഡിയോസ് റെഗുലറായിട്ട് കാണുന്നുണ്ട്. വയലും പറമ്പും ഒക്കെ കാണുമ്പോൾ വളരെ മെമ്മറി. നമ്മുടെ ഏത്തക്കായും വൻപയറും ഇട്ടുള്ള മെഴുക്കുപുരട്ടി അവരുടെ സിസ്റ്റർ ഉണ്ടാക്കി വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞു. പ്രത്യേകം അന്വേഷണം മോളോടും ഒക്കെ പറയണമെന്ന് പറഞ്ഞു. ഓപ്പൺ ചെയ്ത് നോക്കി എങ്ങനെയാ നമുക്ക് കഴിക്കുമ്പോ എടുക്കാം. അത് മതി. നേരം ചൂടാക്കണമല്ലോ. ഏതായാലും സന്തോഷ സൂചകമായിട്ട് കൊണ്ടുവന്നതാണ് ജെഫ് ബിരിയാണി. അതെ. അപ്പൊ എങ്ങനെയുണ്ട് ലാപ്ടോപ്പ്? ഇല്ല, അത് നമ്മൾ ഓഫ് ചെയ്ത് ചാർജർ അല്ലേ? ചാർജറാ. അപ്പൊ ബാഗൊന്നും തരൂല അല്ലേ? അല്ല, ഒരു കാര്യമുണ്ട്. അപ്പൊ വാങ്ങിച്ച ഒരു ലെതറിന്റെ നല്ല ബാഗ് വലുതൂടെ ഇരിപ്പുണ്ട്. ഹാൻഡില് എടുത്തോണ്ട് വരാൻ താമസമുണ്ട്. അല്ല, യൂസർ മാനുവലാ. അപ്പൊ പിന്നെ ഒന്നും നോക്കാനില്ല. വേറൊന്നുമില്ല, ചാർജറും യൂസർ മാനുവലും മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളും ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുക. ഇത് മേടിക്കാനായിട്ട് എല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ ഇതിനൊരു വലിയ കാരണമാണ്. സന്തോഷം. അത്രേ ഉള്ളൂ. ബൈ. ഞാൻ ഡ്രസ്സ് മാറിയില്ല, കാരണം ഓണം വരെ പോയി വന്നതാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറാന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യട്ടെ. ഓക്കെ. രണ്ടും കൊള്ളാം. 1 മിനിറ്റ് കൊണ്ട് ശരിക്കും ചൂടായില്ലേ? 1 മിനിറ്റ് കൊണ്ട് ആയില്ല. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുള്ള ബിരിയാണിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. മതി, പക്ഷെ അപ്പയ്ക്ക് നല്ല ആവി പറക്കണം, ചൂട് വേണം. ജെഫ് ബിരിയാണി മേടിച്ചിട്ടില്ലേ ഇവിടെ? ഇല്ല, ഫസ്റ്റ് ടൈമാണ് നമ്മൾ മേടിക്കണേ. ആവി പറക്കണത് കാണാം. നല്ല ചൂടായി, നല്ല കുയ്യോ, ഭയങ്കര. ഓ, പുക വന്നു. ഓ, പൊക്കെ അങ്ങ് പൊക്കെ ആദ്യം അങ്ങ് പൊക്കെ. എന്റെ ശിക്ഷണം കേട്ടാ മതി. ഓ, എന്നാ ചൂടാ, ഭയങ്കര ചൂട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാ. വേണ്ട, എനിക്ക് ചൂട് പറ്റില്ല. ഇത്രയും ചൂട് ഞാൻ ടേസ്റ്റ് ചെയ്യില്ല. നീ വേണമെങ്കിൽ സ്വല്പം ടേസ്റ്റ് ചെയ്തു. ഞാൻ ടേസ്റ്റ് ചെയ്തോളാം. അപ്പയ്ക്ക് കൊടുക്കാന്നാ. ആവി പറക്കണ ചൂടോടുകൂടി സ്വല്പം ആവി പറക്കുന്നുണ്ടോ? പറക്കല് നിന്നു. സാലഡൊന്നും ഇല്ല ഇതിന്റെ കൂടെ. ഞാൻ ഓർത്ത പാക്കറ്റിൽ കൊണ്ടുവന്നപ്പോ കറികൾ ഉണ്ടാവും. അപ്പൊ നമ്മളിവിടെ ഇരുന്ന പിക്കിള് മാത്രം എടുത്തു. അതെ, കൊടുക്കുവാണ്. അഭിപ്രായം ചോദിക്കാം. പപ്പായി സിറ്റിംഗ് ഹിയർ. വേണമെങ്കിൽ ഇച്ചിരി സാലഡ് ഉണ്ടാക്കാം. ഇത് ജെഫ് ബിരിയാണി. ചിക്കൻ ബിരിയാണിയാണോ? മട്ടനും കിട്ടിയില്ല അവിടെ. മട്ടൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. സ്ഥിരം കഴിച്ച ബിരിയാണിയിൽ നിന്നും വ്യത്യസ്തമായ രുചിയാണോ അതെയോ എന്തൊക്കെ വ്യത്യസ്തതകളുണ്ട്?
രുചിയുണ്ടോ? എന്തൊക്കെ വ്യത്യസ്തതകളാ തോന്നിയത്? അരി സാധാരണ അരിയല്ല, ഒരുപാട് നീണ്ട അരി. വലിയ അരിയാണ്, അവര് വലിയ അരിയാ യൂസ് ചെയ്യണേ. എനിക്ക് സാധാരണഗതിയിൽ ചിക്കൻ ബിരിയാണിയേക്കാൾ പ്രിഫറബിള് മട്ടനാണ്. ചിക്കനോട് എനിക്ക് അത്ര ഇതില്ല, പക്ഷെ ഈ ചിക്കൻ വലിയ കുഴപ്പമില്ല. അവരുടെ ആ ഒരു പേരും അതുകൊണ്ടായിരിക്കും അവർക്ക് കിട്ടിയിരിക്കുന്നത്. ജഫ് ബിരിയാണി ഭയങ്കര പ്രശസ്തമാണ്. 200 രൂപയാണ് പെർ പ്ലേറ്റ്. 200. അപ്പൊ അതിനുള്ള വർത്തമുണ്ട്. എനിക്ക് ക്വാണ്ടിറ്റി പക്ഷെ ആ ബാഗിൽ ഇച്ചിരി കുറവാണ്. ഇച്ചിരി കുറവായിട്ട് എനിക്കും തോന്നി. നേരെ മറിച്ച് ഇപ്പൊ സിറോൺ ബേക്കംസിലൊക്കെ ബിരിയാണി അരി ചെറുതാ, നീളം കുറവാ, പക്ഷെ കുറച്ചുകൂടെ മയമുണ്ട്. ഇങ്ങനെ ഇതാ പെരണ്ടായിരിക്കുന്നു. ഇത് ഇച്ചിരി ഡ്രൈ ആയിട്ട് എനിക്ക്, പക്ഷെ രുചിയുണ്ട്, ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, റൈറ്റ്. ഞാൻ തട്ടിക്കൂട്ടതേ സാലഡ് ഉണ്ടാക്കി. സവോളയും ടൊമാറ്റോയും തൈരും ഉപ്പും. ഈ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഇത് നല്ല ഇതാണ്. ഇത് എന്തോരം അമ്മയും എനിക്ക് ഇടണേ. ഞാനിപ്പോ ഒരു പ്ലേറ്റില് കുറച്ച് ബാലൻസ് ചെയ്ത് വെച്ച്, ഇറച്ചിയൊന്നും ഞാൻ എടുത്തില്ല, റൈസ് എടുത്തോളൂ, അതറിയാലോ. ഇഷ്ടപ്പെട്ട അമ്മയ്ക്ക്? ഇച്ചിരി സ്പൈസി ആണേ ഉള്ളു, വേറെ കുഴപ്പമൊന്നുമില്ല. അമ്മ കഴിക്കണം കാണിച്ചില്ലല്ലോ, അപ്പൊ അവര് പറയും അമ്മ കഴിക്കണം, അമ്മയ്ക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയും. എനിക്ക് കിട്ടിയില്ലെന്ന് ആരും പറയേണ്ട ആവശ്യമില്ല. എനിക്കിവിടെ ആവശ്യമുള്ളത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ അത്രയും പറഞ്ഞാൽ വേണ്ട വേണ്ട, മതി മതി മതി, ബാക്കി നാളെ കഴിക്കാം. നാളെ ഞാനിതൊരു നല്ല സ്റ്റീലിന്റെ പാത്രത്തിൽ അടച്ച് വൃത്തിയാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ ഈ പാത്രം എടുത്തോണ്ട് നല്ല ബിരിയാണി ആയിരുന്നു. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു രുചി ആയിരുന്നില്ല. കുറച്ച് വലിയ അരിയൊക്കെ ആയിരുന്നു, പിന്നെ കുറച്ച് സ്പൈസി ആയിരുന്നു. ഒരു ഡിഫറൻസ് ഓഫ് ടേസ്റ്റ് ശരിക്കും നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും സന്തോഷമായി. അപ്പോൾ നിങ്ങൾക്കും സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സീ യു.